ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന നൂഡിൽസ് ഫ്രം സ്ക്രാച്ച് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ഇത് അത്ര ഈസി റെസിപ്പിയാണ് ഞാൻ പറയില്ല, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, ബട്ട് നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കി. ഈ നൂഡിൽ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം വരിക. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ ആവശ്യമെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അങ്ങനെ സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യം തന്നെ 3 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അടുത്തായിട്ട് വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ക്യാരറ്റും സവാളയും മാത്രമേ ഉണ്ടായുള്ളൂ. ബീൻസ്, ക്യാപ്സിക്കം, ക്യാബേജ് ഒക്കെ ഉണ്ടായാൽ നല്ലതാണ്. ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ കുറച്ച് ബട്ടർ ആവശ്യം വരും. പിന്നെ 4 മുട്ട എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ വൈറ്റ് വിനേഗർ നമുക്ക് ഓപ്ഷനിലാണ്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, അതുപോലെ സോയ സോസും വേണം. ഇത്ര തന്നെയുള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഗോതമ്പ് പൊടിയിലേക്ക് 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ 4 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ 2 മുട്ട നമുക്കിപ്പോൾ പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ വൈറ്റ് വിനെഗർ ഒഴിക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. നമ്മൾ കുഴച്ച് വെച്ച ഡോ 3 പാർട്ടായി ഡിവൈഡ് ചെയ്യാം. അതിലൊരു പാർട്ട് എടുത്ത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ പോലെ തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള 2 ഡോയും നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കാം. എഡ്ജസ്റ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നമ്മളൊരു ഷീറ്റ് പോലെ ഇതാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇത് ചെയ്യുമ്പോൾ കുറച്ച് മൈദ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. കട്ട് ചെയ്ത് വെച്ച ഷീറ്റ്സ് നമ്മളിത് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഇത് ഒരു സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. മടക്കിയതിന് ശേഷം ഇതുപോലെ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നതോടൊപ്പം നമുക്കൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കണം. ഷീറ്റ്സ് നമ്മൾ നൂഡിൽ പോലെ കട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ സ്ട്രിപ്സ് നൂഡിൽസിന് കിട്ടുന്നതാണ്. ഇതുപോലെ നമ്മൾ എല്ലാ ഷീറ്റ്സും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, നമുക്ക് ആവശ്യമുള്ള തിക്നെസ്സിൽ. അങ്ങനെ നമ്മുടെ നൂഡിൽസ് കട്ട് ചെയ്തെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വെള്ളം നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ നൂഡിൽ സ്ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ വേവും, 1 മിനിറ്റൊക്കെ മതിയാകും. അങ്ങനെ നമ്മുടെ നൂഡിൽസ് വെന്ത് കഴിയുമ്പോൾ അത് വെള്ളത്തിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം. അതുപോലെ തന്നെ ഓരോ ബാച്ചസായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് നൂഡിൽസ് എല്ലാം കുക്ക് ചെയ്തെടുത്തത്. അങ്ങനെ നമ്മുടെ എല്ലാ നൂഡിൽസും റെഡി ആയതിനു ശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മളിത് ബോയിൽ ചെയ്ത വെള്ളത്തിൽ 1 സ്പൂൺ ഓയിൽ ഒഴിക്കണം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അങ്ങനെ നമ്മുടെ നൂഡിൽസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി കിട്ടി. നമുക്കൊരു പാൻ എടുത്തിട്ട് നമുക്കൊരു 2 എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗ് നമുക്ക് മാറ്റി വയ്ക്കണം. ഇതിൽ ഞാൻ ജസ്റ്റ് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ സെയിം പാനിൽ തന്നെ 1 സ്പൂൺ ബട്ടർ ഇട്ടതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ, ഗാർലിക്, ചില്ലീസ് എല്ലാം ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ക്യാരറ്റും സവാളയും കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. മഷ്റൂംസ് ആഡ് ചെയ്യാം, അതുപോലെ ക്യാബേജ് ഉണ്ടായാൽ വളരെ നല്ലതാണ്. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ്സ് എന്തായാലും വഴറ്റണം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഇനി 2 സ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയ സോസും ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഗ്ഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എഗ്ഗ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നൂഡിൽസ് റെഡിയാവും. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് ഫ്രം സ്ക്രാച്ച് റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് ഡിഷ് ഔട്ട് ചെയ്തെടുക്കാം. ഇന്നത്തെ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.